ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ചാണ്. പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ദി ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് ദി സെൽ. പ്ലാന്റ് സെല്ലിൻ്റെയും അനിമൽ സെല്ലിൻ്റെയും പുറത്തുള്ള കവറിങ് ആണ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാന്റ് സെല്ലിനാണെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്ത് ഒരു അഡീഷണൽ ആയിട്ടുള്ള കോട്ട് കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് സെൽ കോട്ട്. പ്ലാസ്മ മെംബ്രെയിൻ ആർക്കൊക്കെയാണുള്ളത്? ബാക്ടീരിയയ്ക്കുണ്ട്, പ്രോകാരിയോട്ടിക് സെൽസ് ആയിട്ടുള്ള ബാക്ടീരിയയ്ക്കുണ്ട്, യൂകാരിയോട്ടിക് സെൽസ് ആയിട്ടുള്ള ആനിമൽ സെൽസിനുണ്ട്, പ്ലാന്റ് സെൽസിനുണ്ട്. ഓൾ ദ സെൽ ഈസ് കവേർഡ് ബൈ എ പ്ലാസ്മ മെംബ്രെയിൻ. The composition of plasma membrane is lipoproteinaceous. ലിപ്പിഡും പ്രോട്ടീനും കൊണ്ടാണ് എല്ലാ മെംബ്രെയിനും, പ്ലാസ്മ മെംബ്രെയിൻ മാത്രമല്ല, ന്യൂക്ലിയർ മെംബ്രെയിൻ, വാക്യൂളിൻ്റെ മെംബ്രെയിൻ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മെംബ്രെയിൻ, മൈറ്റോകോൺഡ്രിയയുടെ മെംബ്രെയിൻ, എല്ലാ മെംബ്രെയിനും all the membranes are made of lipid and protein, and we can say it as a lipoproteinaceous in nature. And the only difference is that the proportion of lipid and protein may vary according to the cell type. For example, ഇപ്പോൾ പ്ലാസ്മ മെംബ്രെയിനിലും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലും എല്ലാത്തിലും കാണുന്ന മെംബ്രെയിനും ലിപ്പോപ്രോട്ടീനേഷ്യസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഓരോ ഓർഗനിലിൻ്റെയും പ്ലാസ്മ മെംബ്രെയിനിൻ്റെയും ഫങ്ഷൻ അനുസരിച്ച് ഈ ലിപ്പിഡിൻ്റെയും പ്രോട്ടീനിൻ്റെയും പ്രൊപ്പോർഷൻ വ്യത്യാസപ്പെട്ടിരിക്കും. അതിനൊരു എക്സാമ്പിൾ പറയുന്നത് മൈലിൻ ഷീത്ത്, നമ്മുടെ ബ്രെയിനിൽ കാണുന്ന മൈലിൻ ഷീത്തിൽ ലിപ്പിഡിൻ്റെ അളവ് 9 ആണെങ്കിൽ പ്രോട്ടീൻ 1 മാത്രമേ ഉള്ളൂ. 9:1 ആണ് അതിൻ്റെ ലിപ്പോപ്രോട്ടീൻ റേഷ്യോ. എന്നാൽ ഫോട്ടോസിന്തറ്റിക് ഹാലോ ബാക്ടീരിയത്തിൻ്റെ ലിപ്പോപ്രോട്ടീൻ റേഷ്യോ 1:3 ആണ്. അപ്പോൾ ഓരോ മെംബ്രെയിനിൻ്റെയും ഫങ്ഷൻ അനുസരിച്ച് അതിൽ കാണുന്ന ലിപ്പിഡിൻ്റെയും പ്രോട്ടീനിൻ്റെയും പ്രൊപ്പോർഷൻ മേ വേരി. Sometimes carbohydrate is also complexed with the lipid and protein to form glycolipid and glycoprotein. ചില സമയത്ത് ഈ ലിപ്പിഡും പ്രോട്ടീനുമാണ് ഇതിൻ്റെ പ്രധാന ഘടകങ്ങളെങ്കിലും കാർബോഹൈഡ്രേറ്റ് കൂടെ അഡീഷണലായിട്ട് കാണാറുണ്ട്. ആൻഡ് ഇഫ് ദ കാർബോഹൈഡ്രേറ്റ് ഈസ് അസോസിയേറ്റഡ് ടു ദി പ്രോട്ടീൻ, it is called glycoprotein. And if the carbohydrate is associated to the lipid, it is called glycolipid. മനസ്സിലായില്ലേ? ലിപ്പിഡുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണെങ്കിൽ ഗ്ലൈക്കോലിപ്പിഡും. ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഈ യെല്ലോ കളറിൽ കാണുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഈ കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ വയലറ്റ് കളർ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അപ്പോൾ ഇതൊരു ഗ്ലൈക്കോ പ്രോട്ടീനാണ്. എന്നാൽ ഈ ബ്ലൂ കളറിൽ കാണുന്ന ഇതെല്ലാം ലിപ്പിഡ് മോളിക്യൂളാണ്. ഈ ലിപ്പിഡ് മോളിക്യൂൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൈക്കോലിപ്പിഡ് എന്നും പറയാം. അതിന് മുൻപ് നമുക്ക് പ്ലാസ്മ മെംബ്രെയിനിൻ്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ പറഞ്ഞതിന് ശേഷം ഞാൻ ഈ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഓൾ ദ മെംബ്രെയിൻസ് ആർ മേഡപ്പ് ഓഫ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. ഇനി നമുക്കൊരു ലിപ്പിഡിനെ കുറിച്ച് ആദ്യം പഠിക്കാം. മെംബ്രെയിൻ ലിപ്പിഡ്. ലിപ്പിഡ്സ് ആർ മേഡപ്പ് ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. നമുക്കറിയാം, ബയോകെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ് ലിപ്പിഡിൻ്റെ യൂണിറ്റ്സ്. ഗ്ലിസറോൾ ഈസ് എ ട്രൈഹൈഡ്രിക് ആൽക്കഹോൾ. ട്രൈഹൈഡ്രിക് 3 OH ഗ്രൂപ്പുള്ള ഒരു ട്രൈഹൈഡ്രിക് ആൽക്കഹോളാണ് ഗ്ലിസറോൾ. CH2OH, CHOH, CH2OH ഇങ്ങനെ 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ളൊരു ട്രൈഹൈഡ്രിക് ആൽക്കഹോളാണ്. ഈ 3 OH ഗ്രൂപ്പിലും ഓരോ ഫാറ്റി ആസിഡ് ചെയിൻ വീതം അറ്റാച്ച് ചെയ്യപ്പെടും. അങ്ങനെയാണ് ഗ്ലിസറോളും ഫാറ്റി ആസിഡും കൂടി ചേർന്നിട്ട് ലിപ്പിഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ലിപ്പിഡ് മോളിക്യൂൾ ഉണ്ടാവണമെങ്കിൽ ഒരു ഗ്ലിസറോൾ മോളിക്യൂളിൻ്റെ കൂടെ 3 ഫാറ്റി ആസിഡ് 3 OHലും അറ്റാച്ച് ചെയ്യണം ത്രൂ എ ബോണ്ട് കോൾഡ് എസ്തർ ബോണ്ട്. എസ്തർ ലിങ്കേജ് എന്ന് പറയും. ഇങ്ങനെ 3 ഫാറ്റി ആസിഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ഗ്ലിസറോളിനെ വിളിക്കുന്ന പേര് ട്രൈഗ്ലിസറൈഡ് എന്നാണ്. എ ഗ്ലിസറോൾ പ്ലസ് 3 ഫാറ്റി ആസിഡ് ഈസ് കോൾഡ് എ ട്രൈഗ്ലിസറൈഡ്. ഒരു ഫാറ്റി ആസിഡ് ഉണ്ടെങ്കിൽ മോണോഗ്ലിസറൈഡ്, 2 ഫാറ്റി ആസിഡ് ഉണ്ടെങ്കിൽ ഡൈഗ്ലിസറൈഡ്, 3 ഫാറ്റി ആസിഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈഗ്ലിസറൈഡ്. നോക്കൂ, ഇതാണൊരു ഫാറ്റി ആസിഡിൻ്റെ സ്ട്രക്ചർ. ഒത്തിരി ഫാറ്റി ആസിഡ് ഉണ്ട്. ഇവിടെ കാണിച്ചിട്ടുള്ളത് പാൽമെറ്റിക് ആസിഡാണ്. ഫാറ്റി ആസിഡ് ഈസ് എ ലോങ് ചെയിൻ ഹൈഡ്രോകാർബൺ വിത്ത് എ COOH ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയ ഒരു
COOH ഗ്രൂപ്പ് കാണാം. അതാ COOH കാർബോക്സിൽ ഗ്രൂപ്പാണ് ഫാറ്റി ആസിഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ COOH ഗ്രൂപ്പാണ് നേരത്തെ നമ്മൾ പറഞ്ഞ OH ഗ്രൂപ്പുമായിട്ട് വന്ന് ചേരുന്നത്. അപ്പോൾ COOHും OHും ചേരുമ്പോൾ അവിടെ ഒരു H2O മോളിക്യൂൾ, വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിട്ട് ആണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി എസ്റ്റർ ബോണ്ട്. ഇനി ഡബിൾ ബോണ്ടുള്ള ഫാറ്റി ആസിഡിനെ നമ്മൾ പറയുന്ന പേര് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്നാണ്. ഇവിടെ നിങ്ങൾക്കൊരു ഡബിൾ ബോണ്ട് കാണാം അല്ലേ? ഡബിൾ ബോണ്ട് വരുമ്പോൾ കാർബണിൻ്റെ വാലൻസി 4ആണ്. അപ്പോൾ അവിടെ നിന്ന് 2 ഹൈഡ്രജൻ പോകുന്നു ഡബിൾ ബോണ്ട് വരുമ്പോൾ. ഇനി അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 അറേഞ്ച്മെൻറ്റിൽ ഈ ഡബിൾ ബോണ്ട് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഇരിക്കാറുണ്ട്. ഇത് സിസ് ഫാറ്റി ആസിഡ് അത്ര സ്റ്റേബിൾ അല്ല. കാര്യം ഈ ഭാഗത്ത് ഹൈഡ്രജൻ്റെ എണ്ണം കുറവും ഈ ഭാഗത്ത് 2 ഹൈഡ്രജൻ അധികവും ഉണ്ട്. എന്നാൽ ട്രാൻസ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലോ ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 ഹൈഡ്രജൻ താഴേക്ക് വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഉള്ള അത്രയും ഹൈഡ്രജൻ്റെ എണ്ണം തന്നെ താഴെയുമുണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് 2 കോൺഫിഗറേഷനിൽ കാണാം, സിസ് ആൻഡ് ട്രാൻസ്. നേരത്തെ പറഞ്ഞ എസ്റ്റർ ബോണ്ടിങ് ആണിത്. ഗ്ലിസറോൾ മോളിക്യൂളുമായിട്ട് ഫാറ്റി ആസിഡ് ചേരുമ്പോൾ അവിടെ ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിട്ടാണ് HCOH ബോണ്ട് ഉണ്ടാകുന്നത്. ദിസ് ഈസ് എ ട്രൈഗ്ലിസറൈഡ്. ഇതാണ് ട്രൈഗ്ലിസറൈഡ്. ഒരു ഗ്ലിസറോൾ മോളിക്യൂളിൻ്റെ കൂടെ 3 ഫാറ്റി ആസിഡ് ചേർന്ന ട്രൈഗ്ലിസറൈഡാണ് ഇത്. എസ്റ്റർ ബോണ്ട് തന്നെയാണ് വീണ്ടും കാണിച്ചിട്ടുള്ളത്. ഇനി നേരത്തെ പറഞ്ഞ ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ ബേസിക് ഫോം ഓഫ് ലിപ്പിഡ് മോളിക്യൂളാണ്. പക്ഷേ മെംബ്രെയിനിൽ ബേസിക് ഫോം ഓഫ് ലിപ്പിഡ് ട്രൈഗ്ലിസറൈഡിനെ കൂടാതെ കോമ്പൗണ്ട് ലിപ്പിഡ്സും കാണാറുണ്ട്. ഈ കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫോസ്ഫോലിപ്പിഡ്, പിന്നെ ഗ്ലൈക്കോലിപ്പിഡ്, സ്ഫിങ്കോലിപ്പിഡ്, പ്ലാസ്മോലോജൻസ് ആൻഡ് സ്റ്റീറോൾസ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ലിപ്പിഡ് എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡ് ആണ്, ഗ്ലിസറോൾ പ്ലസ് 3 ഫാറ്റി ആസിഡ്. കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറയുമ്പം ഗ്ലിസറോളും ഫാറ്റി ആസിഡും കൂടാതെ ഏതെങ്കിലുമൊക്കെ അഡീഷണൽ ഗ്രൂപ്പ് കൂടെ ചേർന്ന് വരും. അതാണ് കോമ്പൗണ്ട് ലിപ്പിഡ്സ്. അത് ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഫോസ്ഫോലിപ്പിഡ്. അത് വേറൊന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ ഗ്ലിസറോളിൻ്റെ കൂടെ 2 ഫാറ്റി ആസിഡും 1 ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ചേർന്നതാണ് ഫോസ്ഫോലിപ്പിഡ്. ഇതൊരു ഗ്ലിസറോൾ മോളിക്യൂളാണ്, ഗ്ലിസറോളിൻ്റെ കൂടെ 2 ഫാറ്റി ആസിഡ്, ഇതൊരെണ്ണം. പിന്നെ ഇത് ഇവിടെ നോക്കൂ, H3PO4, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇതാണ് ഫോസ്ഫോലിപ്പിഡ്. അപ്പോൾ ഗ്ലിസറോളും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും അടങ്ങിയ ഒരു ഹെഡ് ഇതിനുണ്ട്. ഈ ഹെഡ് ഹൈഡ്രോഫിലിക്കാണ്, വാട്ടർ ലവിങ് ആണ്. ഫാറ്റി ആസിഡ് നമുക്കറിയാം, എണ്ണ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനോട് ഒട്ടും ഇഷ്ടമില്ലാത്ത എണ്ണ, ഹൈഡ്രോഫോബിക്കാണ്. അപ്പോൾ ഈ ടെയിലെന്ന് പറയുന്നത് എന്താണ്? ഫാറ്റി ആസിഡ് കൊണ്ടുള്ള ഈ ടെയിലിന് വെള്ളത്തിന് ഇഷ്ടമല്ല, അത് ഹൈഡ്രോഫോബിക്കാണ്. ഇതാണ് ഒരു ഫോസ്ഫോലിപ്പിഡിൻ്റെ സ്ട്രക്ചർ. ഒരു ഹെഡുണ്ട്, ഒരു 2 ടെയിലുണ്ട്. This head is hydrophilic, whereas the fatty acid chain is hydrophobic in nature. Phosphatidic acid, phosphatidylinositol, phosphatidylserine, phosphatidylcholine, phosphatidylethanolamine, ഇതെല്ലാം പലതരത്തിലുള്ള ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. ഈ ഫോസ്ഫേറ്റിൻ്റെ കൂടെ മറ്റ് ചില ഗ്രൂപ്പ്സും കൂടെ ആഡ് ചെയ്യുന്ന അതിൻ്റെ എക്സാമ്പിൾസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇതൊക്കെ പലതരത്തിലുള്ള ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ഗ്ലൈക്കോലിപ്പിഡ്സ് ആൻഡ് സ്ഫിങ്കോലിപ്പിഡ്സ്. Glycolipids, they are exclusively found on the outside of plasma membrane. Oligosaccharides with salicylic acid residue is bounded by a hydrogen bond to the membrane lipids. നേരത്തെ പറഞ്ഞില്ലേ, ഗ്ലൈക്കോ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ലിപ്പിഡുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ ഗ്ലൈക്കോ ലിപ്പിഡ് എന്ന് പറയും. എന്ത് ബോണ്ട് വഴിയാണ് അറ്റാച്ച് ചെയ്യുന്നത്? ഗ്ലൈക്കോലിപ്പിഡ്സ് ആർ കാർബോഹൈഡ്രേറ്റ് ആർ അറ്റാച്ച്ഡ് ടു ദി ലിപ്പിഡ് മോളിക്യൂൾ ബൈ എ ഹൈഡ്രജൻ ബോണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ഗാൻഗ്ലിയോസൈഡ്സ് കാണുന്നത് നമ്മുടെ നെർവ് സെല്ലിൻ്റെ
മെംബ്രെയിനിലാണ് ഗ്ലൈക്കോലിപ്പിഡ്സ് കാണുന്നത്. ഇനി സ്ഫിങ്കോലിപ്പിഡ്സ് ആണെങ്കിലോ, ഇനി സ്ഫിങ്കോലിപ്പിഡ്സ് ഗ്ലിസറോൾ ഈസ് റീപ്ലേസ്ഡ് ബൈ സ്ഫിങ്കോസിൻ. സ്ഫിങ്കോലിപ്പിഡിലാണെങ്കിൽ ഗ്ലിസറോളിന് പകരം കാണുന്ന മോളിക്യൂള് സ്ഫിങ്കോസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആൽക്കഹോളാണ്. അതിൻ്റെ പഴയ പേര് സ്ഫിങ്കനിൻ എന്നാണ്, അല്ല പഴയ പേര് സ്ഫിങ്കോസിൻ എന്നും. നൗ ഇറ്റ് ഈസ് നോൺ ആസ് സ്ഫിങ്കനിൻ. സ്ഫിങ്കോസിൻ ഈസ് എൻ അമിനോ ആൽക്കഹോൾ. അമിനോ ആൽക്കഹോൾ, അതായത് ഗ്ലിസറോളിന് പകരം സ്ഫിങ്കോസിൻ എന്ന് പറയുന്ന അമിനോ ആൽക്കഹോളാണ് ആ ലിപ്പിഡ് മോളിക്യൂളിൽ കാണുന്നത്. Sphingolipids were attached to carbohydrates are abundant in the membrane of plant cells and nerve cells. സ്ഫിങ്കോലിപ്പിഡ്സും കാർബോഹൈഡ്രേറ്റ്സും ചേർന്നിട്ടുള്ള കോമ്പൗണ്ട് ലിപ്പിഡ്സ് പ്ലാന്റ് സെൽസിലും നെർവ് സെൽസിലും കാണാറുണ്ട്. ഇതാണ് ഗ്ലൈക്കോലിപ്പിഡ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹെഡും 2 ടെയിലും കണ്ടോ, ഇതൊരു ലിപ്പിഡ് മോളിക്യൂളാണ്. ഇതൊരു ലിപ്പിഡ് മോളിക്യൂള്, ഇത് മറ്റൊരു ലിപ്പിഡ് മോളിക്യൂൾ, അങ്ങനെ ധാരാളം ലിപ്പിഡ് മോളിക്യൂള് ചേർന്നിട്ടൊരു ഷീത്ത്. ഇത് അടുത്ത ഷീത്ത്. ഇങ്ങനെ 2 ഷീത്താണ് പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളത്. ഡബിൾ ലെയർഡാണ് എപ്പോഴും പ്ലാസ്മ മെംബ്രെയിൻ. ഈ ഡബിൾ ലെയർ എങ്ങനെയാണെന്ന് നോക്കും. ഹെഡ് പുറത്തേക്കും, ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലിസറോളും ഫോസ്ഫാറ്റിഡൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതും ചേർന്നിട്ടാണ് ഹെഡ് ഉണ്ടായിട്ടുള്ളത്. ഹെഡ് പുറത്തേക്കും ഫാറ്റി ആസിഡിൻ്റെ ടെയിൽ അകത്തേക്കുമാണ്. കാര്യം എന്താ, ഈ പുറത്തുള്ള മിഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വാട്ടറുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് വരും, സൈറ്റോപ്ലാസമായിട്ട്. അപ്പോൾ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള, വാട്ടർ ലവിങ് ആയിട്ടുള്ള ഹെഡാണ്. ഈ ടെയിൽ ഹൈഡ്രോഫോബിക് ആയതുകൊണ്ട് അതെപ്പോഴും അകത്തേക്കാണ് ഓറിയൻറ്റേറ്റ് ഉള്ളത്. മനസ്സിലായില്ലേ? ദ ഹൈഡ്രോഫോബിക് ടെയിൽ ഫേസസ് ഇൻവേർഡ്സ് whereas the hydrophilic head faces outside. ഈ ഹെഡ് ഫേസ് ചെയ്യുന്ന ആരായിരിക്കും? ഇതൊരു സെല്ലാണ് അകത്ത്. സെല്ലിൻ്റെ ചുറ്റുമുള്ള മെംബ്രെയിനാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്ന സൈറ്റോപ്ലാസവുമായിട്ടൊക്കെ ഇനി ഈ പറഞ്ഞ ഗ്ലൈക്കോലിപ്പിഡ് നോക്കൂ. ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് മോളിക്യൂളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് വരുന്നതിനെയാണ് ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോലിപ്പിഡ്സിൽ ഈ ഗ്ലൈക്കോ ഗ്രൂപ്പ്, അതായത് കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പ് എപ്പോഴും അറ്റാച്ച് ചെയ്യുന്നത് പ്ലാസ്മ മെംബ്രെയിനിൻ്റെ പുറത്താണ്, ഔട്ടർ സൈഡിലാണ്. അപ്പോൾ ഇത് ഔട്ടർ സൈഡായിട്ട് വരും, സെല്ലിൻ്റെ ഉൾവശം ഇതായിട്ടാണ് വരുന്നത്. ഗ്ലൈക്കോലിപ്പിഡ്സ് ആർ ഓൾവേസ് അറ്റാച്ച്ഡ് ടു ദി ഔട്ട്സൈഡ് ഓഫ് ദി മെംബ്രെയിൻ. മനസ്സിലായില്ലേ? ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ സുവോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ജനറ്റിക്സിലും പഠിച്ചിട്ടുണ്ട്. ABC ബ്ലഡ് ഗ്രൂപ്പ്. ഈ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് RBC എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് കോർപ്പസൽസ്, അതിനൊരു മെംബ്രെയിൻ ഉണ്ടല്ലോ, RBCയുടെ മെംബ്രെയിൻ്റെ പുറത്ത് കാണുന്ന ഗ്ലൈക്കോലിപ്പിഡ്സ് ആണ് ബ്ലഡ് ഗ്രൂപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. Aക്കും Bക്കും Cക്കും വ്യത്യസ്തമായിട്ടുള്ള ഗ്ലൈക്കോലിപ്പിഡ്സ് ആണ് പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്തുള്ളത്. അപ്പോൾ ഓരോ സെൽ ടൈപ്പ് അനുസരിച്ചും ആ സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്ത് കാണുന്ന ഗ്ലൈക്കോ ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പ് വ്യത്യാസപ്പെട്ടിരിക്കും. നേരത്തെ പറഞ്ഞ സ്ഫിങ്കോലിപ്പിഡ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്ഫിങ്കോലിപ്പിഡ്സിൽ ഗ്ലിസറോൾ ഈസ് റീപ്ലേസ്ഡ് ബൈ സ്ഫിങ്കോസിൻ, എ അമിനോ ആൽക്കഹോൾ കോൾഡ് സ്ഫിങ്കോസിൻ. അമിനോ ആൽക്കഹോളാണ് ഈ കാണിച്ചിട്ടുള്ളത്. അമിനോ ആൽക്കഹോൾ മീൻസ് അമിനോ ഗ്രൂപ്പുള്ള ആൽക്കഹോൾ. OH ഗ്രൂപ്പ്, 2 OH ഗ്രൂപ്പും ഉണ്ട്, ഒരു NH2 ഗ്രൂപ്പും ഉണ്ട്. ദാറ്റ് ഈസ് അമിനോ ആൽക്കഹോൾ. Then comes plasmalogens. In some phospholipids, fatty acids are attached to the first carbon atom of glycerol by a ether linkage instead of ester linkage. നമ്മൾ നേരത്തെ പറഞ്ഞു OH ഗ്രൂപ്പും COH ഗ്രൂപ്പും അല്ലേ. ഗ്ലിസറോളിൻ്റെ, ശ്രദ്ധിച്ച് കേട്ടോണം, ഗ്ലിസറോളിൻ്റെ OH ഗ്രൂപ്പും ഫാറ്റി ആസിഡിൻ്റെ COOH ഗ്രൂപ്പും ലിങ്ക് ചെയ്യുന്നത് എസ്റ്റർ ലിങ്കേജ് ആണെന്ന് പറഞ്ഞു. എന്നാൽ പ്ലാസ്മലോജൻസിൽ എസ്റ്റർ ലിങ്കേജിന് പകരം ഈതർ ലിങ്കേജ് ആണ് കാണുന്നത്. Ethanol amine is an example, commonest example for plasmalogens.
പ്ലാസ്മലോജൻസ് ആർ കോമൺലി ഫൗണ്ട് ഇൻ ദി നെർവ് ആൻഡ് മസിൽ സെൽ ഓഫ് ആനിമൽസ്. പ്ലാസ്മലോജൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ബോണ്ടിലാണ് വരുന്നത്. എസ്തർ ബോണ്ടിന് പകരം ഈതർ ബോണ്ടാണ്. ഇത് കൂടാതെ കോമ്പൗണ്ട് ലിപ്പിഡ്സിൽ വരുന്ന മറ്റൊരു കോമ്പൗണ്ട് ലിപ്പിഡാണ് സ്റ്റീറോൾസ്. ഇത് അനിമൽസിലും കാണാം, പ്ലാന്റ്സിലും കാണാം. എക്സാമ്പിൾ കൊളസ്ട്രോൾ, അത് അനിമൽസിൽ കാണുന്നതാണ്. എർഗോസ്റ്റിറോൾ, അതും അനിമൽസിൽ കാണുന്നതാണ്. സിപ്റ്റാസ്റ്റിറോൾ, സ്റ്റിഗ്മാസ്റ്റിറോൾ, ഇതെല്ലാം പ്ലാന്റ്സിൽ കാണുന്ന സ്റ്റീറോൾസ് ആണ്. ദീസ് ആർ കോംപ്ലെക്സ് ലിപ്പിഡ്സ് ഫൗണ്ട് ഇൻ ദി സെൽ മെംബ്രെയിൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. സ്റ്റീറോൾസ് ആർ ആബ്സെൻറ്റ് ഇൻ പ്രോകാരിയോട്സ്. ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിനിൽ ഈ സ്റ്റീറോൾസ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ലിപ്പിഡ് കാണാറില്ല. They reduce the fluidity of this membrane and enhance the mechanical strength and stability of the lipid framework. അപ്പോൾ നമ്മൾ മെംബ്രെയിനിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ല. മെംബ്രെയിനിൽ കാണുന്ന ലിപ്പിഡിനെ കുറിച്ചാണ് ഇത്രയും സമയം സംസാരിച്ചത്. മെംബ്രെയിനിൽ കാണുന്ന ലിപ്പിഡ് എന്ന് പറയുന്നത് ഒന്ന് സമ്മറൈസ് ചെയ്ത് ഞാൻ പറയാം. ഗ്ലിസറോളും ഫാറ്റി ആസിഡും ചേർന്നതാണ് ലിപ്പിഡ്. സിമ്പിൾ ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ് ആണ്. 1 ഗ്ലിസറോൾ പ്ലസ് 3 ഫാറ്റി ആസിഡ്. കോമ്പൗണ്ട് ലിപ്പിഡ് എന്ന് പറയുമ്പം 1 ഗ്ലിസറോൾ പ്ലസ് 2 ഫാറ്റി ആസിഡ് പ്ലസ് എനി അഡീഷണൽ ഗ്രൂപ്പ്. ഈ അഡീഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആവാം, അങ്ങനെ പല പല ഗ്രൂപ്പ് ആവാം. അതിനനുസരിച്ച് ഓരോന്നിനും വ്യത്യസ്തമായ പേരുകളാണുള്ളത്. ഇത് ഒന്നും കൂടാതെ പിന്നെയും കാർബോഹൈഡ്രേറ്റും ലിപ്പിഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ ഗ്ലൈക്കോലിപ്പിഡ് എന്ന് പറയും. ഗ്ലൈക്കോലിപ്പിഡ്സ് കാണുന്നത് സെൽ മെംബ്രെയിൻ്റെ പുറത്താണ് കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നൗ ലെറ്റ് us see the membrane proteins. Proteins are polymers of amino acids joined by peptide bond. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പ്രോട്ടീൻസിൻ്റെ മോണോമർ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ബോണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് പറയും. ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ പിന്നെ എന്ത് ചെയ്യും? പോളിപെപ്റ്റൈഡ് ചെയിനിന് ഒരൊറ്റ NH2 ഗ്രൂപ്പും അതിൻ്റെ അങ്ങേയറ്റത്ത് COH ഗ്രൂപ്പും ഉണ്ട്. അമിനോ പോളിപെപ്റ്റൈഡ് ചെയിൻ. ഈ ചെയിൻ പിന്നീട് ഫോൾഡ് ചെയ്ത് ആൽഫ ഹെലിക്സ് എന്നും ബീറ്റ പ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ആൻഡ് ദെൻ ഫൈനലി അറ്റൈൻ എ ടെർഷ്യറി സ്ട്രക്ചർ. പല രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് പ്രോട്ടീനിൻ്റെ ഫൈനൽ സ്ട്രക്ചറിലായിട്ട് മാറും, ഒരു ഗ്ലോബുലർ സ്ട്രക്ചറായിട്ട് മാറും. ഇങ്ങനെ കാണുന്ന ടെർഷ്യറി സ്ട്രക്ചറിലുള്ള പ്രോട്ടീൻസും പിന്നെ പ്രൈമറി സ്ട്രക്ചറിൽ സെക്കൻഡറി സ്ട്രക്ചറിലുള്ള പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡിൻ്റെ ഒരു ലോങ് ചെയിനാണ്, പോളിപെപ്റ്റൈഡ് ചെയിനാണ്. സെക്കൻഡറി സ്ട്രക്ചറാണ് ആൽഫ ഹെലിക്സും ബീറ്റ പ്ലീറ്റഡും. ടെർഷ്യറി സ്ട്രക്ചറും ആണ് ഈ ഫോൾഡഡ് സ്ട്രക്ചർ. മെംബ്രെയിനിൽ കാണുന്നത് ആൽഫ ഹെലിക്സ് കാണാറുണ്ട്, ബീറ്റ പ്ലീറ്റഡും കാണാറുണ്ട്, പിന്നെ ടെർഷ്യറി സ്ട്രക്ചറിലുള്ള ഗ്ലോബുലർ പ്രോട്ടീൻസും കാണാറുണ്ട്. ആൽഫ ഹെലിക്സും ബീറ്റ പ്ലീറ്റഡും കാണുന്നത് ലിപ്പിഡ് മോളിക്യൂളിൻ്റെ ഇടയ്ക്കാണെങ്കിൽ മറ്റേത് കാണുന്നത് ലിപ്പിഡ് മോളിക്യൂളിൻ്റെ ഇടയ്ക്കും കാണാം, ലിപ്പിഡ് മോളിക്യൂളിൻ്റെ പുറത്തും കാണാം. നമുക്ക് അതിൻ്റെ പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇനി ഈ പ്രോട്ടീൻസിനെ നമുക്ക് ബ്രോഡായിട്ട് ഫങ്ഷണൽ പ്രോട്ടീൻസ് എന്നും സ്ട്രക്ചറൽ പ്രോട്ടീൻസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫങ്ഷണൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് സെല്ലിൻ്റെ മെംബ്രെയിനിൽ കാണുന്ന എന്തെങ്കിലും ഫങ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ അത് എൻസൈംസ് ആവാം, അതല്ലെങ്കിൽ കാരിയർ പ്രോട്ടീൻസ് ആവാം. കാരിയർ പ്രോട്ടീൻസ് പറഞ്ഞാൽ സെല്ലിൻ്റെ പുറത്ത് വരുന്ന ഒരു മോളിക്യൂളിനെ അത് ക്യാരി ചെയ്ത് അകത്തേക്ക് കൊണ്ടെത്തിക്കും. പിന്നെ സെല്ലുലാർ റിസപ്റ്റേഴ്സ് ആവാം, സെല്ലിൻ്റെ പുറത്ത് വരുന്ന ചില സിഗ്നൽസ്, ഫോർ എക്സാമ്പിൾ ഹോർമോൺസിനെ റിസീവ് ചെയ്യുക, ഇമ്പൾസസിനെ റിസീവ് ചെയ്യുക, അങ്ങനെയുള്ള റിസപ്റ്റർ പ്രോട്ടീൻസ് ആവാം. അതും അല്ലെങ്കിൽ ആൻറ്റിജൻസ് ആവാം. നമ്മളിപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞില്ലേ, അതുപോലെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്ന ബ്ലഡിൽ കാണുന്ന ആൻറ്റിജൻസ് ആണെന്ന് പറഞ്ഞു. ഈ ആൻറ്റിജൻസ് എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്തുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. ഇത്രയുമാണ് ഫങ്ഷണൽ പ്രോട്ടീൻസ്. എന്തെങ്കിലും ഫങ്ഷൻ സെല്ലിൻ്റെ ഉള്ളിൽ ചെയ്യാനുള്ള പ്രോട്ടീൻസാണ് ഫങ്ഷണൽ പ്രോട്ടീൻസ്. ഇനി സ്ട്രക്ചറൽ പ്രോട്ടീൻസ്. സ്ട്രക്ചറൽ പ്രോട്ടീൻസ് പ്ലാസ്മ മെംബ്രെയിനിൻ്റെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ഫോം ചെയ്യുന്നതാണ് സ്ട്രക്ചറൽ പ്രോട്ടീൻ. അത് ഇൻട്രിൻസിക് പ്രോട്ടീൻസും കാണാറുണ്ട്, എക്സ്ട്രിൻസിക് പ്രോട്ടീൻസും കാണാറുണ്ട്. ഇൻട്രിൻസിക് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിട്ടുള്ള ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിപ്പിഡിൻ്റെ ഷീറ്റാണ്.
താഴെ കാണിച്ചിട്ടുള്ളത് മറ്റൊരു ലിപ്പിഡിൻ്റെ ഷീത്ത്. ഇങ്ങനെ ലിപ്പിഡിൻ്റെ 2 ഷീത്ത് ചേർന്നതാണ് ഒരൊറ്റ പ്ലാസ്മ മെംബ്രെയിൻ. ഈ ഷീത്തിൻ്റെ ഇടയ്ക്ക് കാണുന്ന, ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസാണ് ഇൻട്രിൻസിക് പ്രോട്ടീൻ. ഇതൊരു ഇൻട്രിൻസിക് പ്രോട്ടീനാണ്. പുറത്ത് മാത്രം കാണുന്ന പ്രോട്ടീൻസാണ് ഇത്. നോക്കൂ, ഇത് എക്സ്ട്രിൻസിക് പ്രോട്ടീനാണ്, പെരിഫറൽ പ്രോട്ടീൻസ്. മനസ്സിലല്ലേ? ഇത് ഇൻട്രിൻസിക് എന്നും ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് എന്നും പറയാം. ലിപ്പിഡ് ബൈലെയറിൻ്റെ ഇടയ്ക്ക് സ്പാൻ ചെയ്യുന്ന, മെംബ്രെയിനിൻ്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ സ്പാൻ ചെയ്യുന്ന ഇൻറ്റഗ്രൽ പ്രോട്ടീൻസും മെംബ്രെയിനിൻ്റെ പുറത്തേക്ക് മാത്രം തള്ളി നിൽക്കുന്ന പെരിഫറൽ പ്രോട്ടീൻസ് ഓർ എക്സ്ട്രിൻസിക് പ്രോട്ടീൻ. ഇങ്ങനെ 2 ടൈപ്പ് സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് മനസ്സിലായി. ഇത് ലിപ്പിഡിൻ്റെ ഒരൊറ്റ ലെയർ, ഇത് ലിപ്പിഡിൻ്റെ അടുത്ത ലെയർ. ഇനി ആ പ്രോട്ടീനിൽ കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഇങ്ങനെയാണ് ആൻറ്റിജൻ ഉണ്ടാകുന്നത്. പ്രോട്ടീനുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റുകളാണ് നേരത്തെ പറഞ്ഞില്ലേ ആൻറ്റിജൻസ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് മെംബ്രെയിനിൽ കാണുന്ന ലിപ്പിഡും പ്രോട്ടീനും രണ്ടിനെ കുറിച്ചും പറഞ്ഞു. മെംബ്രെയിനിൽ കാണുന്ന പ്രോട്ടീൻ ഫങ്ഷണൽ പ്രോട്ടീൻസും സ്ട്രക്ചറൽ പ്രോട്ടീൻസും ഉണ്ട്. സ്ട്രക്ചറൽ പ്രോട്ടീൻസ് 2 ടൈപ്പാണ്, ഇൻറ്റഗ്രൽ പ്രോട്ടീനും എക്സ്ട്രിൻസിക് പ്രോട്ടീനും. ഇനി കാർബോഹൈഡ്രേറ്റ്സ് എവിടെയായിട്ടാണ് കാണുന്നത്? നമ്മൾ നേരത്തെ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞതാണ്. കാർബോഹൈഡ്രേറ്റ്സ് നോക്കൂ, ഇതൊരു ലിപ്പിഡ് ബൈലെയറാണ്. ലിപ്പിഡിൻ്റെ ഇതൊരു ലെയർ, single layer of lipid. This is another layer of lipid. ഇതിൻ്റെ 2 ടെയിൽ കണ്ട ഉള്ളിലേക്ക് ഈ റൗണ്ടായിട്ട് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ഹെഡും, ലിപ്പിഡ് മോളിക്യൂളിന് ഒരു ഹെഡും 2 ടെയിലുമാണ് ഉള്ളത്. ഈ റൗണ്ടായിട്ട് കാണിച്ചിട്ടുള്ളത് ഹെഡും, അതിനകത്തേക്ക് ടെയിലും ഉണ്ട്. ടെയില് അകത്തേക്ക് ഫേസ് ചെയ്തിട്ടും ഹെഡാണ് പുറത്തേക്ക് ഫേസ് ചെയ്ത് കാണുന്നത്. ടെയിൽ ഹൈഡ്രോഫോബിക് ആണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ ഹെഡിലാണ് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ബ്രാഞ്ചസ് പോലെ കാണുന്നതാണ് കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, പ്രോട്ടീനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ലിപ്പിഡിൻ്റെ ഹെഡുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ലിപ്പിഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്ന കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൈക്കോലിപ്പിഡ് എന്നും, പ്രോട്ടീനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്ന കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൈക്കോപ്രോട്ടീൻ എന്നും വിളിക്കാം. എനിവേ, ഇങ്ങനെ സെൽ മെംബ്രെയിൻ്റെ പുറത്ത് കാണുന്ന ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അസംബ്ലിയാണ് നമ്മൾ ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്നത്.